നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും. ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം സിനിമാ ലോകവും ആരാധകരും ആഘോഷമാക്കിയ സംഭവങ്ങളാണ്. ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. അഭിഷേകിനും ഐശ്വര്യയ്ക്കും ഇടയിലുള്ള പരസ്പര ബഹുമാനവും പ്രണയവും എല്ലാം പലപ്പോഴും ആരാധകർക്ക് മാതൃകയും ആകാറുണ്ട്. 2007 അഭിഷേക് ബച്ചനുമായുള്ള പ്രണയ വിവാഹത്തിന് ശേഷം വിവാഹമോചന ഗോസിപ്പുകളും സജീവമായിരുന്നു. മകൾ ആരാധ്യ ബച്ചൻ പിറന്നതിന് ശേഷവും ആ ഗോസിപ്പിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്തിടെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് അഭിഷേക് ബച്ചൻ മാതാപിതാക്കൾക്കും സഹോദരിയുടെ കുടുംബത്തിനുമൊപ്പം എത്തിയപ്പോൾ ഐശ്വര്യ റായ് എത്തിയത് മകൾ ആരാധ്യയ്ക്കൊപ്പമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നതോടെ വിവാഹമോചന ഗോസിപ്പുകൾ വീണ്ടും സജീവമായി. അതിനിടയിലാണ് അഭിഷേക് ബച്ചൻ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റിന് ലൈക്ക് അടിച്ചത്. അതോടെ വിഷയം ഒന്നുകൂടെ ആളിക്കത്തി. ഐശ്വര്യയും അഭിഷേക് ബച്ചനും വേർപിരിയുകയാണ്. അതിന്റെ സൂചനയാണ് അഭിഷേക് ബച്ചൻ ഇപ്പോൾ പ്രായമായതിനു ശേഷവും വിവാഹമോചനം നേടുന്നതാണ് നല്ലത് എന്ന പോസ്റ്റിന് ലൈക്ക് അടിച്ചത് എന്ന നിലയിലായി കാര്യങ്ങൾ. എത്ര കാലം ഒരുമിച്ച് ജീവിച്ചാലും പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേർപിരിയുന്നത് തന്നെയാണ് നല്ലത് എന്നായിരുന്നു ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ലൈക്ക് അടിച്ച് അതിന് സപ്പോർട്ട് ചെയ്ത് അഭിഷേക് ബച്ചന്റെ ജീവിതത്തിലും അത് സംഭവിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത്. എന്നാൽ ഇപ്പോഴത്തെ ആ ലൈക്കിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തുവരികയാണ്. ഐശ്വര്യ റായിയുടെ സുഹൃത്തായ ഡോക്ടർ സിറക് മാർക്കറാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള ആ പോസ്റ്റ് എഴുതിയത്. ഭാര്യയുടെ സുഹൃത്ത് എഴുതിയ ആ കുറിപ്പിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അഭിഷേക് പോസ്റ്റിന് ലൈക്ക് അടിച്ചതും. അതും ഐശ്വര്യയോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് അവിടെ കാണുന്നതും. അല്ലാതെ ബന്ധം വേർപെടുത്തുന്ന സൂചനയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകളും. വർഷങ്ങളായി വരുന്ന വിവാഹമോചന ഗോസിപ്പുകളോട് ഇപ്പോൾ അഭിഷേക് ബച്ചനും ഐശ്വര്യ റായ് ബച്ചനും പ്രതികരിക്കാറില്ല. അവർ അവരുടെ സ്വസ്ഥമായ ജീവിതം ജീവിക്കുകയാണ്. ഐശ്വര്യയ്ക്ക് എവിടെ പോകാനും ഇപ്പോൾ ആരാധ്യയാണ്. മകൾക്കൊപ്പം ന്യൂയോർക്കിൽ അവധി ആഘോഷിച്ച് ഇന്ന് രാവിലെയാണ് ഐശ്വര്യ മുംബൈയിലേക്ക് തിരിച്ചെത്തിയത്. എയർപോർട്ടിൽ വെച്ച് എന്തൊക്കെയുണ്ട് മാം എന്ന് ആരാധകർ ചോദിച്ചപ്പോൾ ഓൾ ഗുഡ് എന്നാണ് ഐശ്വര്യ സന്തോഷത്തോടെ പറയുകയും ചെയ്തത്. ഇതോടെ അഭിഷേകിന്റെയും അതുപോലെ ഐശ്വര്യയുടെയും വിവാഹമോചന ഗോസിപ്പുകൾക്ക് ഒരു താൽക്കാലിക വിരാമം ഇട്ടു എന്ന് തന്നെ പറയാം. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.